ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മനസ്സിലാക്കുക, ജവഹർലാൽ നെഹ്റുവിനേക്കാളും ഏറ്റവും കൂടുതൽ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് കണ്ടിന്യൂ ആയിട്ട് എലക്റ്റഡാണ് ഇരിക്കുന്ന വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഈ വരുന്ന ആഴ്ച, അതായത് 15-ാം തീയതി 2-3 ദിവസം ഫ്രാൻസിൽ വെച്ച് നടക്കുന്ന G7 ഉച്ചകോടി സമ്മിറ്റിൽ പങ്കെടുക്കാൻ പോവുകയാണ്. മെമ്പർ അല്ല, നമ്മൾ മെമ്പർ നേഷനല്ല, നമ്മൾ ഇൻവൈറ്റി മാത്രമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞിരുന്നു, അതായത് അയാൾ അധികാരത്തിൽ വന്ന ശേഷം 1 വർഷത്തിനുള്ളിൽ ഇന്ത്യയെ G8, അതായത് 7 എന്നുള്ള 8 ആക്കി ഇന്ത്യയെ കൂടെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആയ ശേഷം ആദ്യത്തെ വിസിറ്റർ എന്ന് പറയുന്നത് ആ രാജ്യത്ത് പോയത് ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അതിൻ്റെ ഭാഗമായിട്ട് ജോർദാൻ കിങ്ങിനെ വിളിപ്പിച്ചിരുന്നു ഇഷ്യൂ സെറ്റിൽ ചെയ്യാൻ വേണ്ടി. അതേപോലെ തന്നെ അതിനുശേഷം ഏറ്റവും പ്രാധാന്യം അമേരിക്കൻ മീഡിയയും ഗ്ലോബൽ മീഡിയയും ഇന്ത്യൻ മീഡിയയും ഏറ്റവും പ്രാധാന്യം കൊടുത്ത വിസിറ്റായിരുന്നു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ഇൻ ദ വേൾഡ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിസിറ്റ്. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. കഴിഞ്ഞ 10 വർഷം മുമ്പ് അതേ സ്ഥലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയ സമയത്ത് ഇന്ത്യ ഗ്ലോബൽ എക്കോണമിയിൽ 10-ാം സ്ഥാനത്താണ്. പക്ഷെ ഇന്ന് ഇന്ത്യ എന്ന് പറഞ്ഞ് 4-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അന്ന് അദ്ദേഹം അവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനുശേഷം അവിടെ ഉണ്ടായ സംഭവം, അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടലിൽ അമേരിക്കയുടെ ടോപ്പായിട്ടുള്ള കോർപ്പറേറ്റ്സ്, ജൈൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാർ, ഇൻക്ലൂഡിങ് എലോൺ മസ്ക്, ഇവരെല്ലാം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് ക്യൂ നിന്നു. ഉറപ്പായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും, കാരണം അവരോട് പറഞ്ഞു കാണും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ ഇന്ത്യയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുക. ആപ്പിൾ ഉൾപ്പെടെ എല്ലാ കമ്പനികളും തയ്യാറായി ഇന്ത്യയിൽ ഹ്യൂജ് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അതേ രാജകീയമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയിട്ട് തിരിച്ചു വരുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഏറ്റവും അടുപ്പം, ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞാൽ ഏറ്റവും അടുപ്പം, എന്തും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതായത് ഗ്ലോബലി മിലിറ്ററി പവർഫുൾ, ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ ഹബ്ബ്, അതിൻ്റെ പ്രസിഡൻറ്റുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ബന്ധം. പിന്നീടാണ് 1.5 വർഷം കഴിയുമ്പോൾ ഏറ്റവും വലിയ, നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഗുരുതരമായി ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം അതതിൻ്റെ വേസ്റ്റ് കണ്ടീഷനിലോട്ട് പോയി. ഇന്ന് ഇന്ത്യ ഗ്ലോബൽ എക്കോണമിയിൽ 7-ാം സ്ഥാനത്ത്. മനസ്സിലാക്കുക, 7-ാം 4-ൽ നിന്നും നേരെ 7-ാം സ്ഥാനത്തും ഉണ്ടായി. കഴിഞ്ഞ 1.5 വർഷം നിങ്ങൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എടുത്ത് നോക്കുക. കഴിഞ്ഞ 1.5 വർഷം മുമ്പ് 24 ബില്യൺ ആയിരുന്നു ഇന്ത്യയിൽ FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ ഇന്ന്, അതായത് കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഇന്ത്യയിൽ ആകെ ഉള്ളത് 1 ബില്യൻ്റെ FDI മാത്രം. അതായത് ഏറ്റവും പുറകിലോട്ട് ഫാസ്റ്റസ്റ്റ് എക്കോണമിയിൽ നിന്നും ഇന്ത്യ ഡെഡ് എക്കോണമി ആയിട്ട് പോയി. ആരാണിതിൻ്റെ ഉത്തരവാദി? പിന്നീട് നിങ്ങൾക്കറിയാം, അമേരിക്ക ഏർപ്പെടുത്തിയ പ്യുണിറ്റീവ് ടാരിഫ്, അതേപോലെ അഡീഷണൽ ടാരിഫ്, റഷ്യൻ ടാരിഫ്, എല്ലാം കൂടെ 54-56% ടാരിഫ് ഇന്ത്യയുടെ മേളിലങ്ങ് വെച്ച് തന്നു. പലയിടത്തും H1B വിസ ഇഷ്യൂ കത്തിക്കേറി. ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ ഭാവി മുഴുവനും അവതാളത്തിലായി. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ വിസ വെട്ടി, അതും കട്ട് ഷോർട്ട് ചെയ്തു. ഇന്ത്യയിൽ IT കമ്പനിക്ക് നേരത്തെ ഇഷ്ടം പോലെ ഔട്ട്സോഴ്സിങ് വർക്ക് വരുമായിരുന്നു. എല്ലാ അമേരിക്കൻ കമ്പനിയിൽ നിന്നാണ് വരുന്നത്. അതും ഷാർപ്പായിട്ട് ഡിക്ലൈൻ ചെയ്തു. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിൻ്റെ കുതിപ്പ്. മനസ്സിലാക്കുക, ഇന്ത്യ ഇന്ന് പോകുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഫ്രാൻസിൽ പോയി ഉറപ്പായിട്ടും അമേരിക്കൻ പ്രസിഡന്റിനെ കാണും. കാരണം ബാക്ക് ടു ബാക്ക് കോൺഫറൻസ് നടക്കുമ്പോൾ ബാക്ക് ടു ബാക്ക് ടോക്സും കൂടെ ഉണ്ടാകും പല രാജ്യക്കാരുമായിട്ട്.
ഇന്ന് അമേരിക്ക ഇന്ത്യയുടെ പോലെ പഴയ പോലെ ആയിരിക്കുകയില്ല. പഴയ ട്രംപ് അല്ല, പഴയ മോദിയുമായിട്ടുള്ള ഹൗഡി മോദി ട്രംപ് അല്ല ഇന്ന്. അതായത് മോദിയോട് മാനസികമായി താല്പര്യമില്ലാത്ത, ട്രസ്റ്റ് ഇല്ലാത്ത, ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഒരു മോദിയാണ് ട്രംപ് കാണുന്നത് ഫ്രാൻസിൽ വെച്ച്. അവിടെ വെച്ച് പത്രക്കാരെ കാണുമ്പോൾ 100% നരേന്ദ്രമോദിയെ അവഹേളിക്കാനും ഇന്ത്യയെ അവഹേളിക്കാനും സാധ്യതയുണ്ട്. നരകതുല്യമാണെന്നാണ് ഇന്ത്യയെ പറ്റി പറഞ്ഞത്. H1 വിസ കാര്യത്തിൽ, അവിടുത്തെ ഇമിഗ്രേഷൻ കാര്യത്തിൽ ഇന്ത്യക്കാരായ പല ആൾക്കാരുടെയും ടൂറിസ്റ്റ് വിസ, അതായത് അവിടെ ബിസിനസ്സിന് പോകുന്ന ടൂറിസ്റ്റ് വിസ, അതുപോലും കട്ട് ചെയ്ത് ദൂരെ കളയുകയാണ്. അതിനു പോലും പെർമിഷൻ കൊടുക്കുന്നില്ല. ഈ രീതിയിലുള്ള സന്ദർഭത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് കാണുന്നത്. ഇതിനു മുമ്പ് കാനഡയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി, അതായത് ട്രംപുമായിട്ട്, ആ സമയത്ത് ഇസ്രായേൽ ഇറാൻ വാർ തുടങ്ങിയ സമയമാണ്. പെട്ടെന്ന് ട്രംപ് തിരിച്ചു പോകുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി മൈൻഡ് പോലും ചെയ്തില്ല. അതിനൊരു തെളിവ് കൂടെ പറയാം. ഇന്ത്യയിൽ നിന്നും വളരെയധികം പത്രക്കാർ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാനഡയിൽ പോയി. അത് ഇന്ത്യ അവിടെ ഒരു ഇൻവൈറ്റിയാണ്, അല്ലാതെ മെമ്പറല്ല. മറ്റുള്ള എല്ലാ രാജ്യത്തെയും പത്രക്കാരെ അകത്ത് കയറ്റി ഒരൊറ്റ ഇന്ത്യൻ ജേർണലിസ്റ്റിനെ അകത്ത് കയറ്റിയില്ല. കാരണം അമേരിക്കൻ പ്രഷർ. കാനഡയുമായിട്ടുള്ള നമ്മുടെ ബന്ധം വളരെ മോശമായിരുന്നു. എന്താണ് ഫ്രാൻസിൽ സംഭവിക്കാൻ പോകുന്നത്? മഞ്ഞുരുകുമോ? ഇന്ത്യ അമേരിക്ക ബന്ധം പഴയ രീതിയിലാകുമോ? അതായത് ടാരിഫിനകത്ത് ഒരു സൊല്യൂഷൻ കൊണ്ടുവരും, H1B വിസയിൽ സൊല്യൂഷൻ കൊണ്ടുവരുമോ? ഇതൊക്കെയാണ് ഇവിടുത്തെ ഇഷ്യൂ. അതായത് പെട്ടെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രകോപനം കയറിയിട്ട് പെട്ടെന്ന് ചൈനീസ് പ്രസിഡന്റിനെ കെട്ടിപ്പിടിക്കാൻ പോയി. അതേപോലെ റഷ്യയുമായിട്ട് പെട്ടെന്ന് ബന്ധം വലിയ രീതിയിലാക്കിയ ട്രയാങ്കുലർ ബന്ധം ഉണ്ടാക്കാൻ പോയി. 100% നമുക്ക് സെറ്റ് ബാക്ക് ആയിപ്പോയി. കാരണം നമ്മുടെ ഡിപ്ലോമസിയിൽ വന്ന ഏറ്റവും വലിയ പരാജയം. ആ സന്ദർഭത്തിൽ പാകിസ്ഥാനുമായിട്ട് ബന്ധം അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോയി. ഇന്ത്യയുടെ പല രീതിയിലും പലതിനെയും അവർ കയറി ബ്ലോക്ക് ചെയ്തു. ഗ്ലോബലായിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ നരേന്ദ്രമോദി വിശ്വഗുരു കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ആർക്കും വേണ്ടാത്ത ഒരു കുരുവായി മാറി. ഈ രീതിയാണ് ഉണ്ടായത്. അത് വളരെ വിസിബിളാണ്. ഇന്ത്യ എക്കണോമിക്കലി വളരെ പുറകിലോട്ട് പോയി. ഗ്ലോബലായിട്ടുള്ള ഇന്ത്യൻ ഡിപ്ലോമസി ഒന്നുമല്ലാതായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അമേരിക്കൻ പ്രസിഡന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാൻ കഴിഞ്ഞ പ്രാവശ്യം പോയത്, ഇറാൻ വാറിന് തൊട്ട് മുമ്പ് പോയത്. അതും അമേരിക്കൻ പ്രസിഡന്റ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നീട് ഇന്ത്യയിലുണ്ടായ ക്രിസ്ത്യൻ അറ്റാക്ക്, അതവിടെ ഭയങ്കര ചർച്ചയായി. കാരണം ഈ ക്ലിപ്പുകൾ മുഴുവൻ അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടി ഇടയ്ക്ക് പോയി. ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രമാത്രം ഇന്ത്യക്കാർക്കെതിരെ ഗോ ബാക്ക്, അതായത് ഇന്ത്യക്കാരിവിടെ ജോലി ചെയ്യേണ്ട, തിരിച്ചു പോകും. അതും അമേരിക്കൻ മണ്ണിലുണ്ടായി. ഏകദേശം 17ഓളം ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള അമേരിക്കൻ സിറ്റിസണായിട്ടുള്ള ഇന്ത്യൻ CEO, ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്, അവരെ സിറ്റിസൺഷിപ്പ് റദ്ദാക്കി അവർ ഇന്ത്യയിലോട്ട് അയച്ചു. അതേപോലെ ഇഷ്ടം പോലെ H1B ഫേക്ക് വിസ അവരെ തിരിച്ചോട്ട് അവർക്കെതിരെ നടപടിയെടുക്കുന്നു. അതായത് വല്ലാത്തൊരു സാഹചര്യത്തിലോട്ട് ഇന്ത്യ പോയി. അതായത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ 1.5 വർഷം മുമ്പ് പറഞ്ഞിരുന്നു, അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഡിപ്ലോമസിയിൽ ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പോയില്ലെങ്കിൽ അത് ഇന്ത്യൻ എക്കോണമിയെയും ഇന്ത്യൻ ഡിപ്ലോമസിയെയും ഗ്ലോബലായിട്ട് ബാധിക്കും. എല്ലാവരും ശത്രുക്കളായിട്ട് മാറും. അത് അമേരിക്ക വിചാരിച്ചാൽ അത് നടത്താൻ സാധിക്കും. ഇനി ഏത് രീതിയിലുള്ള പോസിറ്റീവ് രീതിയിലാണ് ഇന്ത്യ പോകുന്നത്? അപ്പോൾ ഒരു കാര്യം പറയാം, ഒരു സമയത്തൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതിനൊക്കെ പങ്കെടുക്കുമ്പോൾ ഗ്ലോബലായിട്ടുള്ള മീഡിയ കവറേജ് ഉണ്ടായിരുന്നു, ഗ്ലോബൽ മീഡിയ. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് കുന്തത്തിൽ പോയാലും ആ ഒരു മീഡിയ കവറേജിൽ ഇന്ത്യ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യുക. കാരണം ഇന്ത്യ എക്കോണമിയിൽ എവിടെയല്ല, പുറകോട്ട് പോവുകയാണ്. അതതിൻ്റെ കാര്യം. അല്ല, ഗ്ലോബലായിട്ട് ഇന്ത്യക്ക് നേരത്തെ പറയാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നവരുണ്ടല്ലോ, അതും എടുത്ത് ദൂരെ കളഞ്ഞു. ഈ രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥിതി. അതായത് എങ്ങനെയായിരുന്നു നേരത്തെ ജർമ്മനിയിൽ വെച്ച് നടന്ന അല്ലെങ്കിൽ ജപ്പാനിൽ വെച്ച് നടന്ന G7 ഉച്ചകോടിയിൽ ഇന്ത്യ പോയിരുന്നത്? അതിൻ്റെ ഒരു പകിട്ടുമില്ലാതെ, ഒന്നുമില്ലാതെ, ഗുരു എന്ന് പറയുന്നത് വെറും കുരുവായിട്ടാണ് ഇപ്രാവശ്യം പങ്കെടുക്കാൻ പോകുന്നത്.
ട്രംപ് അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.